വളരെ മനോഹരമായ ഏതെങ്കിലും വസ്തുക്കൾ ചീഞ്ഞഴുകിയാൽ എത്രത്തോളം ചീയും ദുർഗന്ധപൂർണ്ണമാകുമെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അത്തരത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചീഞ്ഞഴുകി ദുർഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ ജീവികളിൽ ഒരാളാണ് എൻ്റെ പഴയ വൈസ് ചാൻസലർ കൂടിയായ ശ്രീ KS രാധാകൃഷ്ണൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വളരെ നീണ്ട ഒരു കുറിപ്പ് എഴുതി വിട്ടിട്ടുണ്ട്. ആ കുറിപ്പിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വീണ്ടും മുനമ്പം വരുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ലത്തീൻ സഭ വിശാല ന്യൂനപക്ഷ ഐക്യത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് മുസ്ലിം ലീഗിന് അപ്രിയമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യില്ല. മാത്രമല്ല, മുസ്ലിം സമുദായം സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾ സ്മരിക്കുമ്പോൾ മുനമ്പത്തെ വിശ്വാസികളെ അവഗണിക്കുന്നതാണ് ലാഭം. ഈ പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് മുഖ്യമന്ത്രി സതീശൻ ഞഞ്ഞാ പിഞ്ഞാ പറയാനാണ് സാധ്യത. എൻ്റെ രാധാകൃഷ്ണ, നിങ്ങൾ ഈ ഞഞ്ഞാ പിഞ്ഞാ എഴുതാതെ നിങ്ങളൊരു നിയമം പാസ്സാക്കിയില്ലേ? ആ നിയമം പാസ്സാക്കുന്നതോടുകൂടി മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടുമെന്നും മുനമ്പത്തെ വിഷയം അതോടുകൂടി തീരുമെന്നും അതിനാണ് നിയമം പാസ്സാക്കിയതെന്നും പറഞ്ഞ് മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് കേക്ക് വാങ്ങിച്ച് മുറിപ്പിച്ച് അവിടെ വന്ന് വാചകമടിച്ച് ഈ പറയുന്നത് പോലെ വായിലൂടെ കഴിയുന്ന വിദ്വേഷമെല്ലാം വിസർജിച്ച് വെച്ച് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ട് എന്തേ രാധാകൃഷ്ണൻ അത് പരിഹരിക്കാത്തത്? രാധാകൃഷ്ണനല്ലേ അത് പരിഹരിക്കേണ്ടത്? അതിനല്ലേ രാധാകൃഷ്ണൻ നിയമം ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ അവരെ വിശ്വസിപ്പിച്ചത്? അതിനല്ലേ കിരൺ റിജ്ജു വന്നത്? അതിനല്ലേ അവിടെ സന്തോഷസൂചകമായി പടക്കം പൊട്ടിച്ചത്? ആ വഖഫ് നിയമത്തെ എതിർത്ത് ഹൈബി ഈഡൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചപ്പോൾ അത് മുനമ്പത്തിനെതിരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഞഞ്ഞാവിഞ്ഞ പറഞ്ഞതെല്ലാം രാധാകൃഷ്ണനല്ലേ? രാധാകൃഷ്ണ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ സത്യം എന്ന് പറയുന്നത് നീതി എന്ന് പറയുന്നതും ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ? രാധാകൃഷ്ണൻ്റെ ആ ലേഖനം വായിച്ചാൽ നമുക്കതാണ് തോന്നുന്നത്. കാരണം രാധാകൃഷ്ണൻ പറയുന്നത് തനിക്ക് അധികാരം ലഭിച്ചാൽ 10 നിമിഷം കൊണ്ട് മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ VD സതീശൻ പറഞ്ഞത്. സതീശൻ മുഖ്യമന്ത്രിയായി 9-ാം നാൾ മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കി. അങ്ങനെ മുനമ്പത്തുകാർ വഴിയാധാരമായി. അതെങ്ങനെയാണ് രാധാകൃഷ്ണ പറ്റുന്നത്? അതിനല്ലേ നിങ്ങൾ നിയമം കൊണ്ടുവന്നത്? അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിനല്ലേ നിങ്ങൾ കേക്ക് മുറിച്ചത്? ആ കേക്ക് മുറിച്ച നിങ്ങളിപ്പോൾ VD സതീശൻ മൈക്കിലൂടെ പറഞ്ഞ വാക്കുകളും പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമവും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്. മൈക്കിലൂടെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് നടത്തിയ ഒരു കൊളുത്ത്, ആ കൊളുത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും ഇത് മൂപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് സാക്ഷാൽ രാധാകൃഷ്ണൻ നടക്കുന്നത്. ആ രാധാകൃഷ്ണൻ പിന്നീട് ഈ പോസ്റ്റിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സിദ്ദീഖ് സേട്ട് അവരോധിക്കപ്പെട്ടപ്പോൾ ഈ 404 ഏക്കർ ഭൂമി കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി നടത്താനായി ഇഷ്ടദാനം കൊടുത്തു. അതിന് രേഖയുണ്ടെന്ന് ഫറൂഖ് ട്രസ്റ്റ് അവകാശപ്പെടുന്നു. ആ ആവശ്യത്തിന് അവർ ഭൂമി ഉപയോഗിച്ചില്ലെങ്കിൽ ഭൂമി വഖഫായി തീരുമെന്ന വ്യവസ്ഥയും ദാനാധാരത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ വെറും പച്ചക്കള്ളം എഴുതുന്ന വെറും നാറ്റ കേസായ ചീഞ്ഞ അളിഞ്ഞ കേസാണ് ഈ രാധാകൃഷ്ണൻ എന്നൊക്കെ പറയുന്നത്. യാതൊരു യോഗ്യതയും ഇതിനെക്കുറിച്ച് പറയാൻ അവകാശമില്ലാത്ത ഇതേ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വീട്ടുപടിക്കൽ പോയി കിട്ടാവുന്ന പദവികൾ മുഴുവൻ എരന്ന് വാങ്ങി അതിൻ്റെ പെൻഷൻ കൊണ്ടും അതിൻ്റെ ചികിത്സാ ചെലവ് കൊണ്ടും ജീവിക്കുന്ന ഒരു സവിശേഷമായ ജീവിയാണ് ഈ ഞഞ്ഞാപിഞ്ഞ രാധാകൃഷ്ണൻ. ഈ ഞഞ്ഞാപിഞ്ഞാത്തരം എഴുതാനല്ലാതെ സത്യസന്ധമായി ഒരു വാക്ക് പോലും ഇയാൾ പറയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ഈ സർവകലാശാലകളിലൊക്കെ VC ആയി വരുന്ന പല നല്ല മനുഷ്യരുടെയും യോഗ്യത എന്തായിരിക്കും എന്നൊക്കെ സന്ദേഹമുണ്ടായി പോകുന്നത്. അതുകൊണ്ട് രാധാകൃഷ്ണൻ സതീശനോടല്ല ചോദിക്കേണ്ടത്. രാധാകൃഷ്ണൻ നേരെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം വെച്ച് ഒരു കേക്ക് കൂടി മുറിച്ച് അവരുടെ മുഴുവൻ അവകാശങ്ങളും കൊടുത്ത് അവരെ പിരിച്ചുവിടുകയല്ലേ വേണ്ടത്? അതിനാണല്ലോ നിയമം പാസ്സാക്കിയത്. പിന്നെന്തിനാ സതീശനോട് ചോദിക്കുന്നത്? അന്ന് വന്നിട്ടുള്ള പത്രവാർത്തകളും പ്രസ്താവനകളും എല്ലാം ഒന്ന് എടുത്താൽ കേന്ദ്രത്തിൽ ഈ നിയമം പാസ്സാവുന്നതോടുകൂടി മുനമ്പത്തിന് പരിഹാരമാകും എന്നല്ലേ പ്രഖ്യാപിച്ചത്? അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞവരെയൊക്കെ പരിഹസിച്ചില്ലേ? എന്നിട്ടിപ്പോൾ ഞഞ്ഞാപിഞ്ഞാത്തരം പറയുകയാണ് സാക്ഷാൽ രാധാകൃഷ്ണൻ.